കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു കൊടി നാട്ടിയാൽ നിമിഷങ്ങൾ കൊണ്ട് അപ്രത്യക്ഷമാകുന്ന ഒരു നാട്. 80കളുടെ മധ്യത്തിൽ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വിപ്ലവം തീർത്ത ഒരു നാട്. അയ്യപ്പങ്കാവ് എന്ന പതിറ്റാണ്ടുകളുടെ ചരിത്രം ചിത പോലെ കത്തി നിൽക്കുന്ന ഒരു നാട്. ഈ നാടിന്റെ വിപ്ലവകരമായ മാറ്റത്തിന്റെ കഥ തുടങ്ങുന്നത് പട്ടിണിപ്പാവങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമര വിപ്ലവങ്ങൾക്ക് ശേഷമാണ്. കോറോം, തില്ലങ്കേരി, മുനിയംകുന്ന്, പഴശ്ശി തുടങ്ങി നിരവധി സമരങ്ങൾ അക്കാലത്ത് അരങ്ങേറി. വിശക്കുന്നവന് ഭക്ഷണം നൽകുവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ ഈ ത്യാഗോജ്ജല സമര കഥകൾ കേട്ട് ആവേശം പൂണ്ട TC മുഹമ്മദ് എന്ന കരുത്തനായ ഒരു മനുഷ്യൻ കമ്മ്യൂണിസ്റ്റുകാരൻ ആകുന്നതോടുകൂടിയാണ് അയ്യപ്പങ്കാവിന്റെ വിപ്ലവ ചരിത്രം ആരംഭിക്കുന്നത്. മുസ്ലിങ്ങൾ മാത്രം തിങ്ങിപ്പാർത്തിരുന്ന അയ്യപ്പങ്കാവ് എന്ന പ്രദേശത്തിന്റെ ഹൃദയഭാഗത്തായി അയാൾ ഒരു കുഞ്ഞു വീട് വെച്ചു. അങ്ങനെ 80കളുടെ മധ്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പ്രചരിപ്പിക്കുന്നതിനു വേണ്ടി അയാൾ ഒറ്റയാൾ പോരാട്ടം നടത്തുകയാണ്. UDFന്റെ ഉരുക്കുകോട്ടയായ അയ്യപ്പങ്കാവിലെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേര് പോലും ഉച്ചരിക്കുവാൻ കഴിയുമായിരുന്നില്ല. ചുമരിൽ അരിവാളും ചുറ്റികയും വരച്ചു തീർത്ത് നക്ഷത്രം വരയ്ക്കുമ്പോഴേക്കും അരിവാളും ചുറ്റികയും അപ്രത്യക്ഷമാകുന്ന ഒരു നാട്. ആയിരക്കണക്കിന് വരുന്ന വലതുപക്ഷ രാഷ്ട്രീയക്കാരുടെ വലിഞ്ഞു മുറുക്കലിൽ പൊരുതി നിന്ന നാട്ടുകാർ ഡാഡി എന്ന് വിളിപ്പേരിട്ട കരുത്തനായ ആ മനുഷ്യന്റെ നിശ്ചയദാർഢ്യം കണ്ട് ആകൃഷ്ടരായ ഹുസൈൻ പെരീക്ക, കണ്ണോത്ത് മുഹമ്മദ് അലി, TC ആബു, പെരുന്തയിൽ ഹസൈനാർ, പെരുന്തയിൽ അലി എന്നിവർ സഖാവ് TCക്കൊപ്പം അണിനിരന്നതോടെ അയ്യപ്പങ്കാവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപം കൊള്ളുകയായിരുന്നു. ഇവർക്കിടയിലേക്ക് അരോഗജടഗാത്രനായ ശബ്ദഗാംഭീര്യമുള്ള കുരുക്കള വീട്ടിൽ മായനും കൂടി ചേർന്നതോടുകൂടി അയ്യപ്പങ്കാവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തി പ്രാപിച്ചു. മുഴക്കുന്ന് പഞ്ചായത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അക്കാലത്തെ നേതാക്കളായിരുന്ന PV നാരായണനും പാലക്കി ബാലനും അവരുടെ അണികളും അയ്യപ്പങ്കാവിലെ സഖാക്കൾക്ക് ശക്തമായ പിന്തുണയുമായി എത്തിയപ്പോൾ അയ്യപ്പങ്കാവിന്റെ ചരിത്രം മാറ്റി എഴുതപ്പെടുകയായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ അരങ്ങേറിയിരുന്ന നാടകം, കഥാപ്രസംഗം, ഗാനമേള തുടങ്ങിയവയ്ക്കെല്ലാം ഈ നാട്ടിൽ ഭ്രഷ്ടി കൽപ്പിച്ചിരുന്ന ഒരു കാലം. കലാപ്രവർത്തനങ്ങൾ നിഷിദ്ധമായി കണ്ടിരുന്ന ഈ സമൂഹത്തെ മാറ്റിയെടുക്കുക എന്നുള്ളതായിരുന്നു ഇവിടുത്തെ സഖാക്കളുടെ ആദ്യത്തെ ദൗത്യം. അങ്ങനെ അയ്യപ്പങ്കാവിൽ ആദ്യമായി ഒരു വേദി ഉയർന്നു, ഒരു നാടകവേദി. ഇതിവിടുത്തെ വലതുപക്ഷ രാഷ്ട്രീയക്കാരെ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു. അവർ പല്ലും നഖവും ഉപയോഗിച്ച് ഈ പരിപാടിയെ തകർക്കുവാൻ പല വിധത്തിൽ ശ്രമിച്ചു. പക്ഷേ വടക്കം മലബാറിന്റെ സമരവീര്യമുള്ള സഖാക്കളുടെ മുന്നിൽ അവർ അടിപതറുകയായിരുന്നു. പിന്നീട് പലപ്പോഴായി കഥാപ്രസംഗങ്ങളും ഗാനമേളകളും ഈ നാട്ടിൽ അരങ്ങേറിക്കൊണ്ടേയിരുന്നു. അതോടെ കലാപരിപാടികൾ ഒരു മനുഷ്യനെ എത്രത്തോളം സ്വാധീനിക്കുന്നു എന്നുള്ള കാര്യം ഈ നാട്ടുകാർ മനസ്സിലാക്കുവാൻ തുടങ്ങി. അങ്ങനെ കലാപരിപാടികൾക്കുള്ള ഭ്രഷ്ട് ഈ നാട്ടിൽ നിന്നും എന്നേക്കുമായി നീക്കം ചെയ്യപ്പെടുകയായിരുന്നു. അന്ന് ആ കാലഘട്ടത്തിൽ സംഗീതത്തെയും നൃത്തത്തെയും നിഷിദ്ധമായി കണ്ടിരുന്ന പല പിതാക്കന്മാരുടെ പൗത്രന്മാരും പൗത്രികളും ഇന്ന് പല വേദികളിലായി ആടുവാനും പാടുവാനും തുടങ്ങി. ഇത് സഖാവ് TCയും കൂട്ടരും നടത്തിയ സ്വതന്ത്ര വിപ്ലവത്തിന്റെ ഒരു മാറ്റം തന്നെയായിരുന്നു. ഇങ്ങനെ സാമൂഹിക സാംസ്കാരിക മേഖലകളിലും പാവപ്പെട്ടവരുടെ ഉന്നമനത്തിനുമായി അയ്യപ്പങ്കാവിലെ സഖാക്കന്മാർ നിരന്തരമായി ഇടപെട്ടതോടുകൂടി UDFന്റെ ഉരുക്കുകോട്ടയായ അയ്യപ്പങ്കാവിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തി പ്രാപിച്ചു. UDFന്റെ ഉരുക്കുകോട്ട തകർത്തുകൊണ്ട് LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് 95-2000 കാലഘട്ടങ്ങളിൽ വാണമ്പ്രോൻ അഹമ്മദ് കുട്ടിയും 2000-2005 കാലഘട്ടങ്ങളിൽ സുബൈദ ഹസൈനാറും ഇന്നത്തെ 2ാം വാർഡ് പിടിച്ചെടുക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് അയ്യപ്പങ്കാവ് വാർഡിന്റെ പുതുചരിത്രം ആരംഭിക്കുകയായി. അയ്യപ്പങ്കാവ് എന്ന കുഗ്രാമം കണ്ട പ്രധാന വികസനങ്ങളെല്ലാം ഇടതുപക്ഷ മന്ത്രിസഭ കേരളം ഭരിക്കുമ്പോഴാണ്. ചുറ്റിനുമുള്ള പല ഗ്രാമങ്ങളിലും വൈദ്യുതി ലഭിച്ചപ്പോഴും അയ്യപ്പങ്കാവിന് ചിമ്മിനി വിളക്കുകളായിരുന്നു ആശ്രയം. മുഴക്കുന്ന് പഞ്ചായത്തിലെയും അയ്യപ്പങ്കാവിലെയും സഖാക്കന്മാരുടെ നിരന്തരമായ ഇടപെടലുകളുടെ ഫലമായി 1987 ഒരു രാത്രിയിൽ അയ്യപ്പങ്കാവിലെ മിക്ക വീടുകളിലും ഫിലമെന്റ് ബൾബുകൾ തെളിഞ്ഞു. ആ രാത്രിയെ ഇന്നും ഈ നാട്ടുകാർ വിശേഷിപ്പിക്കുന്നത് അയ്യപ്പങ്കാവിന്റെ വികസന മുന്നേറ്റത്തിന്റെ ആദ്യ രാത്രി എന്നാണ്.